നിങ്ങൾ ഇപ്പോൾ ചെലവഴിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം. അത് നിങ്ങൾ എങ്ങനെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു? ദുഃഖിക്കാനോ, ക്ഷമ ചോദിക്കാനോ, ചോദ്യം ചെയ്യാനോ, സ്വയം പൊറുക്കാനോ, ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമോ? അതോ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ആളുകളുടെ പിന്നാലെ ഓടാനോ? ധൈര്യമായിരിക്കുക. ആദ്യം നിങ്ങളെ സ്വയം വിശ്വസിക്കുക. നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക, എടുക്കുക. നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട്. നിങ്ങൾ അതിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിലും ഒരാൾ മറ്റൊരാളെ കൈവശപ്പെടുത്തരുത്. രണ്ടു മനസ്സുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തത് സ്വന്തമാക്കാൻ ഒരുമിച്ച് നീങ്ങുന്ന രണ്ട് കൈകൾ പോലെയാണ് മനുഷ്യർ. ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപര്യം കാണിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. പൂവിൽ തേൻ ഉണ്ടെന്നു കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്നു കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണമെന്നില്ല. എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. സ്വയം കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ നിങ്ങൾ മറന്നുപോകും. മനുഷ്യർ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ. ഒന്ന്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണ് എന്ന് ഓർക്കുക. അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞുകുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരങ്ങളും ഭാഗ്യമെന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് വിജയം. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കേണ്ടത്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് നിങ്ങൾക്കായി ദൈവം കണ്ടെത്തിയിട്ടുണ്ട്. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം തികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചു. എഴുന്നേറ്റു നിന്ന് പര്യവേക്ഷണം ചെയ്യുക. കാരണം ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. താക്കോലില്ലാതെ നിങ്ങൾക്കൊരു പൂട്ടിയ വാതിൽ തുറക്കാൻ കഴിയില്ല. പ്രചോദനം കൂടാതെ വിജയത്തിലേക്കുള്ള വഴി അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല.
ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്, ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്, ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. നിങ്ങളോട് ഒട്ടും ഇഷ്ടമില്ലാത്തവർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് സെൻസ്. 1. നിങ്ങൾ എപ്പോൾ അയാളോട് സംസാരിച്ചാലും കൈകെട്ടി നിൽക്കും. 2. നിങ്ങളോട് അയാൾക്ക് തീരെ വിശ്വാസമുണ്ടാവില്ല, നിങ്ങളോട് ഒരു കാര്യവും പറയില്ല. 3. നമ്മൾ കുറേ സംസാരിക്കുകയും അയാൾ മൂളുക മാത്രം ചെയ്യുകയാണെങ്കിൽ. 4. അയാളുമായി ചാറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഇമോജി മാത്രം അയക്കുകയാണെങ്കിൽ. 5. ഇഷ്ടമില്ലാത്ത ആളുകൾ പരമാവധി നമ്മളുമായി ഹാൻഡ്ഷേക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. 6. സഹായം ചോദിച്ചാൽ പല ഒഴിവു കഴിവ് പറഞ്ഞ് മാറിപ്പോകും. അനുഭവങ്ങളാണ് നമ്മളെ നല്ല തീരുമാനങ്ങളെടുക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നാണ്. അതാണ് ജീവിതം. അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്തൊന്നും വിഷമിക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ്. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളിലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ക്ലോക്കുകളല്ല. അതിനാൽ എപ്പോഴും നല്ല സമയം ആസ്വദിക്കൂ. നിങ്ങളെ പിന്തുണയ്ക്കുകയും മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നേടാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ വീഴും, പക്ഷേ എണീക്കും. അബദ്ധങ്ങൾ ചെയ്യും, പക്ഷേ അതിൽ നിന്നെല്ലാം പലതും പഠിക്കും. വേദനിപ്പിക്കപ്പെട്ടെങ്കിലും ജീവിക്കും. ഞാൻ മനുഷ്യനാണ്, എല്ലാം തികഞ്ഞവനല്ലെങ്കിലും എല്ലാത്തിനോടും നന്ദിയുള്ളവനാണ്. കോഴികൾ തൻ്റെ കുഞ്ഞിനെ നഷ്ടമായെങ്കിൽ കഴുകന് അതെൻ്റെ കുഞ്ഞിന് ഒരു ഭക്ഷണമായിരുന്നു. രോഗിയുടെ കുടുംബം കരഞ്ഞാലേ ഡോക്ടറുടെ കുടുംബത്തിന് സന്തോഷിക്കാനാകൂ. ഈ ലോകത്ത് ഒരാൾ സന്തോഷിക്കുന്നതിന് പിന്നിൽ മറ്റൊരാൾ സങ്കടപ്പെടുന്നു. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ആ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകും, അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെ തന്നെയാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. എന്നാൽ ജീവിതം കുറച്ചും കൂടി ഭാരമില്ലാതെ മുന്നേറും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? അത് ആവശ്യമാണോ? അത് ഉള്ളതാണോ? നമുക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. മഴ തോരാതെ പെയ്യുമ്പോൾ എല്ലാം ഞാൻ കരുതി മഴയ്ക്ക് ഭൂമിയോട് തീരാത്ത പ്രണയമാണെന്ന്. പക്ഷെ ഒരിക്കൽ അറിഞ്ഞു ആകാശം ഭൂമിക്ക് കണ്ണീരായിരുന്നു എന്ന്. സ്ത്രീകൾ തനിക്ക് ആകർഷണം തോന്നുന്നവരെ നോക്കി പുഞ്ചിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ചീത്ത സ്വഭാവമുള്ളവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: 1. പകൽ ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ഊർജം, ആത്മവിശ്വാസം കൂടും. 2. വെറുതെ ഇരുന്ന് ആലോചിച്ച് സ്വപ്നം കാണുന്നവർക്ക് പ്രശ്നപരിഹാര കഴിവ് കൂടും. 3. അടങ്ങിയിരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സ്വന്തം കലോറി ബേൺ ചെയ്യാൻ ഗുണം ചെയ്യും.
പ്രൊഡക്ടിവിറ്റി കൂടുതലാണെന്ന് പഠനം പറയുന്നു. 5 പരദൂഷണം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി സുഖം ലഭിക്കും എന്നുള്ളതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഒരിക്കൽ നിങ്ങൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിയുക. ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞു കൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലത് മാത്രം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിപ്പിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എന്തിന് എന്നതിൻ്റെ തെളിവ് അവശേഷിപ്പിക്കുക. അതിന് വലിയ നിർമ്മിതികളുടെ ആവശ്യമില്ല. സമൂഹമാധ്യമത്തിൽ സ്നേഹം നിറച്ചു കൊണ്ടായാലും മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.